നമസ്കാരം. സംസ്ഥാനത്തെ സപ്ലൈകോ വിൽപ്പനശാലകളുടെ ദൃശ്യങ്ങൾ പകർത്താൻ ആരെയും അനുവദിക്കരുത് എന്ന് ഒരു സർക്കുലർ ഇറക്കിയിരിക്കുകയാണ് ഇപ്പോൾ സപ്ലൈകോയുടെ CMD ആയിട്ടുള്ള ശ്രീറാം വെങ്കിട്ടരാമൻ. ആ ശ്രീറാം വെങ്കിട്ടരാമനെ വെല്ലുവിളിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു. അതായത് ദൃശ്യങ്ങൾ പകർത്തരുതെന്ന നിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി എടുക്കണമെന്നാണ് CMD ആയിട്ടുള്ള ശ്രീറാം വെങ്കിട്ടരാമൻ പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നത്. വളരെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന്. മാധ്യമങ്ങൾ ഉൾപ്പെടെ ആരെയും മുൻകൂർ അനുമതിയില്ലാതെ ദൃശ്യങ്ങൾ പകർത്താൻ അനുവദിക്കരുത് എന്നാണ് സർക്കുലറിലുള്ളത്. സാറിൻ്റെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിന് റീജിയണൽ മാനേജർമാർക്കും ഒപ്പം തന്നെ ഡിപ്പോ ഔട്ട്ലെറ്റ് മാനേജർമാർക്കുമൊക്കെ വലിയ നിർദ്ദേശങ്ങളൊക്കെ ഇപ്പോൾ നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. സ്ഥാപനം നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തരുതെന്ന് സർക്കുലറിൽ വളരെ വ്യക്തമായി ജീവനക്കാർക്ക് നേരെയും അവർക്ക് മുന്നറിയിപ്പ് വരെ ഇപ്പോൾ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. CMDയുടെ ഓരോരോ പരിഷ്കാരങ്ങൾ വിവിധ വിൽപ്പന ശൃംഖലകളുമായിട്ടുള്ള മത്സരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കച്ചവട താൽപ്പര്യം സംരക്ഷിക്കാനെന്ന പേരിലാണ് ദൃശ്യങ്ങൾ പകർത്തരുത് അല്ലെങ്കിൽ പകർത്തുന്നതിന് വിലക്കെന്നാണ് ഔദ്യോഗികമായിട്ടുള്ള ഭാഷ്യം കേട്ടോ. പക്ഷേ സപ്ലൈകോ വിൽപ്പനശാലകളിൽ അവശ്യ വസ്തുക്കൾ പോലും ഇല്ല. ആ അവശ്യ വസ്തുക്കൾ ഇല്ലാത്ത ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുക എന്നുള്ളതാണ് ഈ സർക്കുലറിന് പിന്നിലെ ലക്ഷ്യമെന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ആരോപണം. ഇതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നിരിക്കുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയപ്പെടുന്നത് അത് ഇത്തരത്തിലാണ്: എന്നാൽ നമുക്ക് അതൊന്ന് കാണണമല്ലോ ശ്രീറാം സാറേ, സപ്ലൈകോയിൽ വരികയും ചെയ്യും, ഞങ്ങൾ ആ ദൃശ്യങ്ങളൊക്കെ പകർത്തുകയും ചെയ്യും. സപ്ലൈകോയിലെ ഈ ദാരിദ്ര്യമുണ്ടല്ലോ, സപ്ലൈകോയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദാരിദ്ര്യം എന്ന് പറയപ്പെടുന്നത് അത് നാടിനെ അറിയിക്കുകയും ചെയ്യും. പാക്കലാം സാറേ എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർത്തുകയാണ്. സംസ്ഥാനത്തെ സപ്ലൈകോ നേരിടുന്ന അതിദയനീയമായിട്ടുള്ള കാഴ്ച നമ്മൾ കണ്ടതാണ്, അറിഞ്ഞതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് പല സാധനങ്ങൾക്കും തീ വിലയാകുന്നു. സപ്ലൈകോയിൽ നിന്ന് സാധനം വാങ്ങാനെത്തുന്നവർക്ക് സാധനങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ള പരാതി കൂടുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒഴിഞ്ഞുകിടക്കുന്ന ഈ കാലിയായി കിടക്കുന്ന സ്ഥാപനത്തെ ദൃശ്യങ്ങളായി പകർത്തി മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തു വന്നാൽ സംഭവിക്കാൻ പോകുന്നത് സർക്കാരിന് നേരെ ഉണ്ടാകാൻ പോകുന്ന ഈ ഒരു കെടുകാര്യസ്ഥതയെക്കുറിച്ച് ജനങ്ങൾ അറിയുമെന്നുള്ള വേവലാതിയാണ്. അതുപക്ഷേ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്നതുപോലെ നമുക്കറിയാമല്ലോ ഈ ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന് പറയപ്പെടുന്ന മഹത് വ്യക്തിത്വത്തെക്കുറിച്ച്. ഒരു മാധ്യമപ്രവർത്തകനെ നട്ടപ്പാതിരാക്കി ഇടിച്ചു കൊന്നതിന് ശേഷവും ഇന്നും സർവീസിൽ തുടരുന്ന ഈ മഹത് വ്യക്തിത്വത്തെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. നഷ്ടപ്പെട്ടത് മാധ്യമപ്രവർത്തകനും ആ മാധ്യമപ്രവർത്തകൻ്റെ കുടുംബത്തിനും മാത്രമാണല്ലോ. നീതി അകലെയായി പോകുന്ന ഒരു സംഭവമാണ് അത് എന്നുള്ളത്. അങ്ങനെ നീതിയെക്കുറിച്ച് പോലും വളരെ കൃത്യമായി മനസ്സിലാക്കാത്ത ഒരു സംഭവ വികാസം നടന്ന ഈ നാട്ടിൽ ഈ ശ്രീറാം വെങ്കിട്ടരാമനെ പോലുള്ളവർ നീണാൾ വാഴുകയാണ്. അവർക്കൊത്താശ കൊടുക്കുന്ന സർക്കാരുകൾ വീണ്ടും അവരോടൊപ്പം മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ രക്ഷിച്ചെടുത്തവർക്ക് വീണ്ടും ഉപകാരം ചെയ്യാൻ മടിക്കാത്ത നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണയാണ് ഈ പറയുന്ന ശ്രീറാം വെങ്കിട്ടരാമൻ ഇപ്പോൾ സർക്കാരിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങൾ പകർത്തരുത്, പകർത്തിയാൽ സംഭവിക്കാൻ പോകുന്നതാണ് ഈ പാവപ്പെട്ട ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിയും. അതുകൊണ്ടാണ് ഈ സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയെക്കുറിച്ച് വളരെ കൃത്യമായി മനസ്സിലാക്കും ഇവിടുത്തെ ജനങ്ങൾ. ഇങ്ങനെ കുഴലൂത്തുകാരായി മാറുന്ന IAS കൂടി നമ്മുടെ ഈ സംസ്ഥാനത്ത് ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നാണക്കേടാണ്. ശ്രീറാം വെങ്കിട്ടരാമനെ പോലെ ഉള്ളവരെക്കുറിച്ച് ഓർക്കുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല. അതിനപ്പുറം നിങ്ങൾ ഈ നാട്ടിന് തന്നെ അപമാനമാണ് കേട്ടോ.